നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 631st day. Today 23rd sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 631 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ധാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം തത്സത്. തയേദർഷയോ വേദം സ്വം സ്വം വ്യസന്നനേകഥാ ശിഷ്യേ പ്രശിഷ്യേ തശിഷ്യേ വേദാസ്തേ ശാഖിനോ ഭവൻ. തയേദർഷയോ വേദം സ്വം സ്വം വ്യസന്നനേകഥാ ശിഷ്യേ പ്രശിഷ്യേ തശിഷ്യേ വേദാസ്തേ ശാഖിനോ ഭവൻ. ഓം തത്സത്. തേ ഏതേ ഋഷയ. ത ഏത ഋഷയ. ഋഷയോ എന്നുള്ളത് തേ ഏതേ ഋഷയ. ഈ ഋഷികൾ, അതായത് ഈ വേദങ്ങൾ പറഞ്ഞു കൊടുത്ത മുന്നേ പറഞ്ഞ ഋഗ്വേദം, പൈലം, ജൈമിനി, കവി, വൈശമ്പായനൻ, സുമന്തുർ, ഇങ്ങനെയുള്ള രോമഹർഷണൻ എന്നുള്ള ഋഷികളെയാണ് ഈ ഋഷികൾ. തേ ഏതേ ഈ ഋഷയ ഋഷികൾ വേദം സ്വം സ്വം, അതായത് സ്വം സ്വം വേദം. സ്വം സ്വം എന്ന് പറഞ്ഞാൽ അവരവരുടെ വേദം, അവരവർ പഠിച്ച വേദത്തെ വ്യസൻ അനേകത, അനേക വിധത്തിൽ വ്യസിച്ചു. അനേകതാ വ്യസൻ, അനേക വിധത്തിൽ വിഭജിച്ചു. വ്യസൻ എന്ന് പറഞ്ഞാൽ വിഭജിക്കുക. അനേകത, അനേക വിധത്തിൽ വിഭജിച്ചു. ശിഷ്യൈ ശിഷ്യന്മാരാലും പ്രശിഷ്യൈ അവരുടെ ശിഷ്യന്മാരായാലും തശ്ശിഷ്യേ അവരുടെ ശിഷ്യന്മാരാലും തേ വേദ ആ വേദത്തെ ശാഖിന അഭവൻ ശാഖിനോ അഭവൻ. ശാഖിനോ ഭവൻ എന്ന് പറഞ്ഞാൽ അഭവൻ ശാഖിനോ, ശാഖിനോ അഭവൻ. ആ ശാഖികളായിട്ട് അവർ ഭവിച്ചു. കുറേ അവരവരുടെ ഇഷ്ടത്തിന് അതിനെ ശാഖകളാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അതായത് ആ ഋഷികൾ പഠിച്ച ആ വേദങ്ങളെ അവർ പിന്നീട് അനേകമായി വിഭജിച്ച് ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, അവരുടെയും ശിഷ്യന്മാർ ഇങ്ങനെ പരമ്പരയായിട്ട് പഠിക്കുകയും ചെയ്തതിനാൽ ആ വേദങ്ങൾ ബഹുശാഖകളായിട്ട് തീർന്നു. അനേകം ശാഖകൾ ആ വേദങ്ങൾക്കായിട്ട് ഉണ്ടായി. ആദ്യത്തെ വേദത്തെ ശ്രീ വ്യാസ മഹർഷി 4ആയിട്ട് വിഭജിച്ചു. തൻ്റെ 4 ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആ 4 ശിഷ്യന്മാർ പിന്നീട് തങ്ങളുടെ ശിഷ്യന്മാർക്ക് അത് വീണ്ടും വിഭജിച്ച് പറഞ്ഞു കൊടുത്തു. അവർ അവരുടെ ശിഷ്യന്മാർക്ക് വീണ്ടും വിഭജിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വേദങ്ങൾ ബഹുശാഖകളായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സയൻസൊക്കെ പോലെ പണ്ട് നമ്മൾ സയൻസ് എന്നൊരു സബ്ജക്റ്റാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ പിന്നീട് അതിന് വേറെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെയായി. പിന്നീട് ബയോളജി തന്നെ സുവോളജി, ബോട്ടണിയായി. അങ്ങനെ പിന്നീട് ആ സുവോളജി തന്നെ അതിൻ്റെ ഓരോ അധ്യായവും ഓരോ ശാഖകളായിട്ട് ഭവിച്ചു. ഇപ്പോൾ ഓരോ പാരഗ്രാഫും ഓരോ ശാഖകളായിട്ട് ഭവിക്കുന്ന മാതിരി അതേമാതിരി വേദം പല ശാഖകളായിട്ട് ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ത ഏത ഋഷയോ വേദം
സ്വം സ്വം വിസന്നനേകഥ ശിഷ്യേ പ്രശിഷ്യേ തച്ഛിഷ്യേ വേദാസ്തേ ശാഖിനോ ഭവൻ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.